told your friend you're not okay? And tell me what's wrong and why you never said you felt that way. ഹലോ ഫ്രണ്ട്സ്, അക്വ ഈറ്റ്യൂസറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മണിമലയാറ്റിലാണ്. ഇവിടെ നമ്മൾ ഉടക്കവല ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന ഒരു വീഡിയോ ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മളിവിടെ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഉടക്കവല. ഇതുപോലത്തെ 2 വലകളാണ് നമ്മളിവിടെ മീൻ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ മീൻ പിടിക്കാൻ ഉദ്ദേശിക്കുന്ന സ്പോട്ട്. ഇവിടെ നിറയെ മീനുകളുണ്ട്. ഈ സ്പോട്ടിൻ്റെ മുകളിലും താഴെയുമായി നമുക്ക് 2 വലകൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ വല നല്ല നീളമുള്ള വലയാണ്. ഇതിൻ്റെ കുരുക്കെല്ലാം മാറ്റി നമുക്കിത് വളരെ കൃത്യമായ രീതിയിൽ സെറ്റ് ചെയ്യണം. കുപ്പികളും അതുപോലെ പൊങ്ങിക്കിടക്കുന്ന തെർമോക്കോളുകളും മറ്റുമായിട്ട് ഇതിൻ്റെ മുകളിൽ പൊങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മീനുകൾ ഒരു കാരണവശാലും നമ്മളുടെ ഈ ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടാതെ വളരെ കൃത്യമായ രീതിയിൽ വേണം നമുക്കിവിടെ വല 2 സൈഡിലും സെറ്റ് ചെയ്യാൻ. ഇത് നമ്മൾ താഴെ ഭാഗത്ത് വെക്കുന്ന വലയാണ്. ഇത് ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. മീനുകൾ ഈ വലയുടെ മുകളിൽ കൂടി പൊങ്ങിച്ചാടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ കമ്പ് ഉപയോഗിച്ച് വല എല്ലാ ഭാഗവും പൊക്കി വെക്കുകയാണ്. ഈ വല ഇവിടെ കറക്റ്റായ രീതിയിൽ ഫിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് മുകളിൽ കിടക്കുന്ന വല വളരെ സാവധാനം താഴേക്ക് കൊണ്ടുവരാൻ. ഈ വല ഇപ്പോൾ നമ്മൾ അങ്ങേ എൻഡ് വരെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലേക്ക് കയറി പോകാം. ഇങ്ങനെ നമ്മൾ വല താഴേക്ക് വലിക്കുമ്പോൾ ഇടയ്ക്ക് കുരുങ്ങിപ്പോകാനും അതുപോലെ തന്നെ ഇടയ്ക്ക് വല പൊട്ടിപ്പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായി നമ്മൾ വളരെ സൂക്ഷിച്ചാണ് വല താഴേക്ക് കൊണ്ടുവരുന്നത്. മീൻ വലയിൽ ഉടക്കി തുടങ്ങിയിട്ടുണ്ട്. താഴെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വലയുടെയും നമ്മൾ ഈ വലിച്ചു കൊണ്ടുപോകുന്ന വലയുടെയും ഇടയ്ക്ക് കിടക്കുന്ന മീനുകളാണ് നമ്മുടെ ടാർഗറ്റ്. അതുകൊണ്ട് ഈ വല താഴേക്ക് അടുക്കും തോറും മീൻ ഇതിൽ വളരെ വേഗം ഉടക്കാൻ തുടങ്ങും. നമ്മളിവിടെ 2 വലയ്ക്ക് പകരം 1 വലയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മീൻ ഇതുപോലെ ഉടക്കില്ല. കാരണം ഇതുപോലെ തെളിഞ്ഞ വെള്ളമായതുകൊണ്ട് നമ്മൾ വലയിടുമ്പോൾ തന്നെ മീനുകൾ രക്ഷപ്പെട്ടു പോകും. നമ്മളങ്ങനെ വളരെ വേഗം ആ താഴത്തെ കുഴിയിലേക്ക് വല ഇറക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വല കംപ്ലീറ്റ് ആയിട്ട് ആ കുഴിയിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിവഴി ഉടക്കില്ലാതെ വല വളരെ കൃത്യമായി വലിച്ച് താഴേക്ക് കൊണ്ടുപോകണം. ഇതുപോലുള്ള കമ്പുകളിൽ ഉടക്കിയാൽ വല മുഴുവനുമായി കീറിപ്പോകും. അതുകൊണ്ട് ഇതുപോലുള്ള കമ്പുകളൊക്കെ നമുക്കിത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. മുകളിലത്തെ വല അവിടെ ഇട്ടിട്ട് നമ്മൾ താഴത്തെ വല നോക്കാൻ വന്നതാണ് ഈ വല പൊങ്ങിപ്പോയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ. അപ്പോൾ നമ്മൾക്കിവിടെ ഒരുപാട് മീനുകൾ ഇവിടെ ഉടക്കി കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നല്ല ഒഴുക്കായത് കാരണം വല പുറകോട്ട് മറിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് നമുക്കതായിട്ടൊന്ന് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. കാരണം അതുവഴി മീൻ ഇറങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. വെള്ളം കുറഞ്ഞ ഭാഗത്തും ഇവിടെ കുറേ മീൻ ഉടക്കിയിട്ടുണ്ട്.
നമ്മൾ വീണ്ടും മുകളിലത്തെ വല വളരെ പതുക്കെ താഴേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ വലയിൽ ഒരുപാട് മീൻ ഉടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വലിച്ചുകൊണ്ട് വന്ന വലയുടെ എൻഡ് താഴെ ഫിക്സ് ചെയ്തിരിക്കുന്ന വലയുടെ സൈഡോളം ആയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ റൗണ്ടായിട്ടാണ് നമ്മുടെ ഫിക്സ് ചെയ്ത വല കിടക്കുന്നത്. അതിൻ്റെ സൈഡിൽ കൂടി ഈ വല അടുപ്പിച്ചുകൊണ്ട് വരികയാണ്. വല അടുത്തു തുടങ്ങുമ്പോൾ ഒരുപാട് മീൻ വന്ന് ഉടക്കുന്നുണ്ട്. ഈ ആറ്റിൽ ഏറ്റവും കൂടുതലുള്ള മീൻ പരൽമീനാണ്. എന്നാൽ ചിലപ്പോൾ നമുക്ക് ഇവിടെ കൂരലിനെയും അതുപോലെ തന്നെ വലിയ ആരകനെയും ഒക്കെ കിട്ടാറുണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയ കൂരൽ ഉടക്കിയിട്ടുണ്ട്. ഈ വല ഇപ്പോൾ തന്നെ മീനുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇനിയും ഉടക്കാതെ ഇതിനകത്ത് നിൽക്കുന്ന മീനുകളുണ്ട്. ഈ വലയുടെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ മീൻ നിറഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ വല പതുക്കെ കരയിലേക്ക് കയറ്റുകയാണ്. ഇപ്പോഴും ഇതിൻ്റെ സൈഡ് വഴി മീൻ നിൽപ്പുണ്ട്. ഈ വലയിൽ ഉടക്കാതെ നമ്മുടെ വല സൈഡിലേക്ക് അടുപ്പിക്കുമ്പോൾ മീൻ ഇതിൽ കുടുങ്ങുന്നതായി കാണുന്നുണ്ട്. ഇത് അത്യാവശ്യം സൈസുള്ളൊരു കൂരലാണ്. സാധാരണ രീതിയിൽ നമുക്ക് ഈ വലയിൽ കൂരൽ ഉടക്കാറില്ല. കാരണം ഇത് ചെറിയ കണ്ണിയുള്ള പരൽ വലയാണ്. ഈ വലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.